അനിയ അനിയ ഭക്ഷണം കഴിക്ക്. ചേട്ടാ കുക്ക് ചേട്ടാ, ചേട്ടനെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. അനിയ എനിക്കെല്ലാം മനസ്സിലായി. നീ എന്റെ മോലാളിയുടെ ഒരേ ഒരു മോൻ. അമ്മോ, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അത് പിന്നെ ഈ ലണ്ടനിൽ ജോളിയായിട്ട് ഫ്രീ ആയി നടന്നിരുന്നോണ്ട് ഇവിടെ ജയിലിലെ പോലെ പൂട്ടിയിട്ടില്ലേ, അതാണ് ഒരു സങ്കടം. പിന്നെ ഒന്ന് പുറത്തു പോകാൻ സമ്മതിച്ചാ ജസ്റ്റ് ഞാനൊന്ന് കറങ്ങിട്ട് വരാം. അനിയ അവിടെയാണ് പ്രശ്നം. നീ പുറത്തു പോയാ നിന്റെ ജീവൻ ആപത്താ. അതുകൊണ്ടാ നിന്റെ അച്ഛൻ മുറിയിലിട്ട് പൂട്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല, സിംഗപ്പൂരിലെ നിന്റെ അമ്മാവന്റെ മോളുമായിട്ട് നിന്റെ കല്യാണം നടത്തി സിംഗപ്പൂരിലെ നിന്നെ സെറ്റിലാക്കാനാ നിന്റെ അച്ഛൻ സിംഗപ്പൂരിൽ പോയത്. എന്റെ ദൈവം എന്ന് പറയാന് ഈ പ്രായത്തിൽ എനിക്ക് കല്യാണോ? പിന്നെ 60 വയസ്സിലാ കല്യാണം. ചേട്ടന് ജീവിതത്തെ പറ്റി വല്ല അറിയാവോ? അറിയില്ല. എനിക്ക് ഞാൻ പറയാം, കേട്ടോ. പറയാനിയാ. അതായത് അനിയാ, അല്ല ചേട്ടാ, കല്യാണത്തിന് മുമ്പ് ഒരു 10 പെണ്ണുങ്ങളെങ്കിലും ലൈൻ അടിക്കണം. ആ 10 പെണ്ണുങ്ങളിൽ ആരാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട് ഒരു 3 എണ്ണത്തിനെ ഫോളോ ചെയ്യണം. ആ 3 പേരില് ആരാണ് സെറ്റ് ആവുന്നതെന്ന് നോക്കിയിട്ട് ഒരെണ്ണത്തെ സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്ത പെണ്ണിനെ ഒരു 5-6 വർഷമെങ്കിലും പ്രണയിച്ചിട്ട് കല്യാണം കഴിച്ച ആ സുഖം വേറെ. അതെല്ലാം പോട്ടെ, കഥ എങ്ങനെയുണ്ട്? സഹിക്കാൻ പറ്റണില്ല. അല്ലേ? അപ്പൊ ഞാൻ പോട്ടെ. അതെന്തായാലും പറ്റില്ല. അയ്യോ അയ്യോ അയ്യോ, ഇന്ന് വെള്ളിയാഴ്ച ചേട്ടാ. 4 മണിക്ക് കോളേജ് പിള്ളേർക്ക് വെളിയിലേക്ക് വരും. 5 മണിക്ക് ഓഫീസ് ഗേൾസ്, 6 മണിക്ക് തിയേറ്റർ ഫിഗേഴ്സ്, 7 മണിക്ക് അമ്പലം ഫാമിലി ഗേൾസ്. ഒന്നും മനസ്സ് വെച്ചാ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് തെറ്റിദ്ധരിക്കില്ല ചേട്ടാ. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് ട്യൂൺ ചെയ്തിട്ട് വരാന്ന് പറഞ്ഞേ. ശരി, 8 മണിക്ക് തന്നെ വരൂലേ? ഉറപ്പായിട്ടും വരാം. 1 മണിക്കൂർ വൈകിയ ഇന്ന് 500 രൂപ. പിന്നെ 1 മണിക്കൂർ വൈകിയ ഇന്ന് ഒരു 500 കൂടി. പിന്നെ 1 മണിക്കൂർ വൈകിയ ഇന്ന് വീണ്ടും ഒരു 500 കൂടി. നീ വരികയില്ലെങ്കിലോ? അച്ഛൻ വരുമ്പോ ഇതിനേക്കാളും കിട്ടും, അത് വാങ്ങിക്കോ. അച്ഛൻ വന്നെന്തോ കിട്ടും, തല്ലല്ലേ കിട്ടും. താങ്ക് യു. വെൽക്കം സർ. സോറിയാ. നിന്നെ സ്വർഗത്തിലേക്ക് അയക്കാനാ വന്നത്. എന്തിനാ മോനെ ഇങ്ങനെ ധൃതി കാണിക്കുന്നത്? അല്ല, ആരാ നീ? ആരായ നിനക്കെന്താ? ഞാൻ വേറെ ലോറിയിൽ നിർത്തി ചാടിയതാ. നീ എന്താ ഇതിനകത്ത് ചെയ്യുന്നേ? ഓ, തന്നെ കൊണ്ട് വലിയ ശല്യായല്ലോ. മലയെന്ന് ഉരുണ്ട് വരുന്ന പാറ പോലെ എന്റെ ദേഹത്തേക്ക് വന്ന് ചാടിയിട്ട് ഇപ്പൊ എന്നെ ചോദ്യം ചെയ്യുന്നോ? ഞാൻ പാറക്കല്ലെന്നോ? പിന്നല്ലാതെ. ഞാൻ ദിവസം എക്സസൈസ് ചെയ്ത് ബോഡി ഫിറ്റ് ആക്കി വെച്ചിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ വൈക്കോല് വണ്ടി നേരെ അങ്ങ് വൈകുണ്ഠത്തിൽ പോയി എത്തിയാനെ. ശരി ശരി, എഴുന്നേക്ക്. ശരാ, താൻ എഴുന്നേറ്റല്ലേ എനിക്ക് എഴുന്നേക്കാൻ പറ്റൂ. പെണ്ണ, അതും പ്രായമായ പെണ്ണ്, അതും സുന്ദരി പെണ്ണ്. നീ പാറക്കല്ലല്ല, പഞ്ഞിക്കട്ടിയാ. ആരാ നീ? ഇതെങ്ങോട്ടാ ഒറ്റയ്ക്ക്? അത് എന്റെ പേര് രാധ. ഞാൻ കോടനാടിന്ന് വന്നതാ. സിറ്റി ചുറ്റി കാണാന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു വന്നതാ. പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് കറങ്ങിടക്കാൻ പറ്റിയ സ്ഥലമല്ല ഇത്. തലകർച്ച എവനെങ്കിലും കണ്ടിരുന്നെങ്കിലേ നിന്നെ ഇപ്പം വിറ്റ് കാശാക്കിയാന്. സമയം കൊള്ളാം. ഒരു പോലീസുകാരന്റെ കൈ പെട്ടതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. നിനക്കിപ്പോ സിറ്റി ചുറ്റി കാണണം, അത്രയല്ലേ ഉള്ളൂ. അതെ സർ. വന്ന് വണ്ടിയിലോട്ട് കയറ്. ശരി സർ. മുറുക്കി പിടിച്ചോ. സർ,
ഇവിടെ വലിയ കടലുണ്ടല്ലോ, അത് കൊണ്ടുപോയി കാണിച്ചു തരോ? കടല് മാത്രമല്ല, നിന്നെ ഞാൻ എല്ലാം കാണിക്കുന്നുണ്ട്. കേറി വാ. ഞാൻ കരുതിയത് സിറ്റി ചുറ്റിക്കാണാൻ 1 മാസം അല്ലെങ്കിൽ 2 മാസം എടുക്കുന്ന വിചാരിച്ചേ. സാറിന്റെ വണ്ടിയെ കൊണ്ടുപോയി 1 ദിവസം കൊണ്ട് എല്ലായിടും ചുറ്റി കാണിച്ചു തന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട് സാർ. സാറ് കോടനാട് വന്ന തീർച്ചയായിട്ടും എന്റെ വീട്ടിൽ വരണം. പിന്നെ എപ്പോഴാ എന്നെ നാട്ടിലേക്ക് കൊണ്ടുവിടുന്നേ? ഇപ്പൊ എന്തായാലും രാത്രിയായില്ലേ, നാളെ രാവിലെ 7 മണിക്ക് ഒരു ബസ്സുണ്ട്, അതിൽ കയറ്റിവിടാം. പിന്നെ സാർ എനിക്ക് ആ കടയിൽ നിന്ന് കോഴി ബിരിയാണി വാങ്ങി തന്നില്ലേ, ഞാൻ മൂക്ക് മുട്ട കഴിച്ചു. ഇപ്പൊ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ എവിടെ പോയി കിടന്നു ഉറങ്ങും? ഇത് ഫുള്ള് നിന്റെ വീട് പോലെ തന്നെയാ. അവിടെ എവിടെയെങ്കിലും പോയി കിടന്നോ. ഹായ് ഹായ്, പായൊക്കെ ഉണ്ടല്ലോ. നല്ല പോലെ ഒന്ന് ഉറങ്ങണം. ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? എന്റെ അമ്മേ, ഞാൻ രക്ഷപ്പെട്ടു. എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? പുതപ്പിനകത്ത് എന്റെ ഫ്രണ്ടാ വൈക്കോൽ വണ്ടി. ആ എന്താ ബ്രദർ, വൈക്കോല് വണ്ടി എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? വൈക്കോല് വണ്ടിയിലായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ്. ഫസ്റ്റ് നൈറ്റാ? അല്ല, ഫസ്റ്റ് മീറ്റ് എന്ന് പറയാൻ വന്നതാ. സോറിയാ, സ്ലിപ്പ് ഓഫ് സിറ്റാങ്. നീ ആരടാ എന്റെ വീട്ടില്? നിന്റെ തന്തയാണെന്ന് കരുതിക്കും. ഹായ് വൈക്കോൽ വണ്ടി, നല്ല ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അയ്യോ, ഏയ് നീ ഇതുപോലെ ഓടി വന്നിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കല്ലേ, എനിക്കാണെങ്കിൽ ഒരുപാട് വരുന്നു. സൂപ്പർ. എന്റെ തലക്ക് പിടിച്ചല്ലോ അത്. നോക്ക്, ഇതുപോലുള്ള കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട. അടിച്ച് പറ്റിച്ചേരും ഞാൻ. അടിക്കോ? അടിക്കുമല്ലോ. എന്നാ അടിച്ചേ? അടിക്കും ഞാൻ. അടിക്ക്. അങ്ങനെ അടിക്ക്. അടിപൊളി.
ഒറ്റയ്ക്ക് വന്ന പെൺകുട്ടിയെ വേറെ ആര് വിളിച്ചോണ്ട് പോയാലും എനിക്ക് സംശയം തോന്നില്ലായിരുന്നു. ഈ ഇഡിയറ്റ് നിന്നെ കൊണ്ടുപോയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ഫോളോ ചെയ്തു. ഞാൻ സംശയിച്ചത് കറക്റ്റ് ആയിരുന്നു. അതെന്താന്ന് എനിക്കറിയില്ല മുരുക. ഈ പ്രായമായ പെൺപിള്ളേരെ കാണുമ്പോ ഇവനൊക്കെ ഈ സ്നേഹം എവിടെ നിന്ന് വരുന്നു? ആദരവോടെ സംസാരിക്കും, ആവശ്യപ്പെടുന്നതൊക്കെ വാങ്ങിക്കൊടുക്കും. സൗകര്യം ഒത്തുവന്ന ഒറ്റയ്ക്ക് പീഡിപ്പിക്കും, അല്ലെങ്കിൽ 4 പേര് ചേർന്ന് പീഡിപ്പിക്കും. ഇതൊക്കെ ന്യായമാണ് മുരുക. പോലീസുകാരെ കണ്ട പൊതുജനങ്ങൾക്കൊരു ബഹുമാനം തോന്നണം. പക്ഷെ ഒരു പോലീസുകാരൻ പോലും തന്നെ പീഡിപ്പിക്കുന്നുള്ള പേടി ഉണ്ടാവരുത്. മനസ്സിലായോ? നിന്നെ പോലുള്ള ചെലവുമാരുള്ളത് കൊണ്ടാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ പൊതുജനം കുറ്റം പറയുന്നത്. ഇനിയെങ്കിലും മര്യാദയ്ക്ക് നടക്കണം കേട്ടാ. പഴം വേണോ? എനിക്ക് വേണം. ശീ. ഛെ.